മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ്റെ വിശേഷങ്ങളുമായി. സിനിമാ പ്രേമികളെ ധ്രുവീകരിക്കുന്ന എമ്പുരാൻ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. മോഹൻലാൽ ആരാധകരും രാഷ്ട്രീയ പാർട്ടികളും പല വികാരം വ്രണപ്പെടുത്തുന്ന നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത കാലത്തിനായി സിനിമാ നിർമ്മാതാക്കൾ നീക്കം ചെയ്യാൻ നിർബന്ധിതരായ സിനിമകൾ ട്രിഗർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിനോടകം പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പല വിവാദമായ ന്യൂസുകളും നിങ്ങൾ കണ്ടു കാണുമല്ലോ. ചലച്ചിത്ര പ്രവർത്തകർ തന്നെ മുന്നോട്ട് വരുന്നതും ഇവിടെ നമുക്ക് കാണാം. വിവാദമായ രംഗങ്ങൾ വെട്ടിമാറ്റി സിനിമ വീണ്ടും സെൻസർ ചെയ്യുക എന്നും പിന്തുണച്ചിട്ടും പൊതുജനങ്ങളും സംസ്ഥാന ഭരണകക്ഷികളും മുന്നണികളും എല്ലാവരും നോക്കി നിൽക്കെ ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന വമ്പിച്ച കളക്ഷനിലൂടെ മുന്നോട്ട് പോവുകയാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാലിനെ നായകനാക്കി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് മലയാളികളെല്ലാം. നമുക്കറിയാം 2019 ലൂസിഫർ റിലീസായ സമയത്ത് ഏറ്റവും കൂടുതലും അത് ഹിറ്റാകുകയും അതിനുശേഷം ഏകദേശം 2025 ഏകദേശം 5 വർഷത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത് അല്ലേ. മുമ്പത്തെ ചിത്രമായ ലൂസിഫറും പിന്നെ നിർദ്ദിഷ്ട ട്രൈലോളജി ആണെന്ന്, രണ്ടാം ഭാഗം ഒരു ട്രൈലോളജി ആണെന്നും ഇതിനുശേഷം മൂന്നാമത് L3 എന്നൊരു സിനിമയുണ്ടെന്നുമുള്ള ആരംഭത്തിൽ ഇതിനെക്കുറിച്ച് മുരളീഗോപി, റൈറ്ററായ മറ്റ് പ്രൊഡ്യൂസേഴ്സും ഇതിൻ്റെ ഭാരവാഹികളും പറഞ്ഞിരുന്നല്ലോ. എന്തായാലും സാങ്കേതിക റിലീസിന് മുമ്പ് തന്നെ അതിൻ്റെ അത്യാധുനിക സംവിധാനത്തെക്കുറിച്ച് ധാരാളം ഹൈപ്പ് ഉണ്ടായിരുന്നു. സാങ്കേതിക രൂപകൽപ്പനയും ആഗോള ഉൽപ്പാദന അളവും എല്ലാം. പിന്നെ മാർച്ച് 27 എന്നുള്ള ദിവസം അതിന് വലിയൊരു ആരാധക വൃന്ദം, എക്കാലത്തെയും ഏറ്റവും കൂടുതലും കളക്ഷൻ നേടിയ മലയാള ചിത്രമായി ഇത് വാഴ്ത്തപ്പെട്ടു വന്നു. ഇപ്പോൾ ഇതാ സിനിമ 265 കോടി പിന്നിട്ട് നിൽക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി ലോകമെമ്പാടും ഇത് വ്യാപിക്കുകയാണ്. സബ്സ്ക്രൈബ് പ്ലീസ്.